അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1410, സൂറത്തുർ റഅദ് 21 മുതൽ 24 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أما بعد. വല്ലദീന ബുദ്ധിരാക്ഷസന്മാരായ ആളുകൾ ഒരു വിഭാഗവുമാണ് യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അവരോട് ചേർക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ചേർക്കുന്നവരാണ് അവർ. വയഖ്ശൗന റബ്ബഹും, അവരുടെ നാഥനെ ഭയപ്പെടുകയും, വയഖാഫൂന സൂഅൽ ഹിസാബ്, മോശമായ വിചാരണയെ പേടിക്കുകയും ചെയ്യുന്നവരാണ് അവർ. വല്ലദീന സബറു, ക്ഷമ കൈക്കൊള്ളുന്നവരുമാണവർ. ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അവരുടെ നാഥന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്. വഅഖാമുസ്സലാത്ത, നിസ്കാരം നിലനിർത്തുന്നവരും. വഅൻഫഖൂ മിമ്മാ റസഖനാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ് അവർ. സിർറൻ വഅലാനിയത്തൻ, രഹസ്യമായും പരസ്യമായും, ഏതു സാഹചര്യത്തിലും എന്നർത്ഥം. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുന്നവരാണവർ, പ്രതിരോധിക്കുന്നവരാണവർ. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അവർക്കത്രേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുനിന്ന് ലോകത്തിന്റെ നല്ല പര്യവസാനം എന്നുള്ളത്. ജന്നാത്തു അദിനിൻ, അതായത് ശാശ്വതമായ സ്വർഗങ്ങൾ അവർക്ക് അല്ലാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. യദ്ഖുലൂനഹ, ആ സ്വർഗങ്ങളിൽ അവർ പ്രവേശിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന് നന്മ ചെയ്തവരും. വഅസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്ന് നന്മ ചെയ്തവരും. വദുർരിയാത്തിഹിം, അവരുടെ സന്താന പരമ്പരയിൽ നിന്ന് നന്മ ചെയ്തവരും അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ അടുത്തേക്ക് സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും വന്ന് പ്രവേശിക്കും. എന്നിട്ട് അവർ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ നിങ്ങൾക്ക് പടച്ചോന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന്. ഫനിഅമ ഉഖ്ബദ്ദാർ, ഏറ്റവും നല്ല അനുകൂല പര്യവസാനം എത്ര നല്ലതാണ്, അഥവാ ഈ വീട്ടിലെത്താൻ നിങ്ങൾക്ക് സാധിച്ചത് എന്തുമാത്രം സൗഭാഗ്യമാണ് എന്ന് അവർ ആശംസിച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു പറഞ്ഞു. കഴിഞ്ഞ 2 സൂക്തങ്ങളിൽ ഇതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതിന്റെ വിശദീകരണത്തിന് സമയം ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ അള്ളാഹു അവതരിപ്പിച്ചത് സത്യമാണെന്ന് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർ, ബ്ലൈൻഡായി ഇതിനോട് സമീപിക്കുന്നവരെ പോലെയല്ല. അവർ രണ്ട് ടീമും സമല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്നിട്ട് അവർ ചിന്തിക്കുന്ന ആളുകൾ പാഠം ഉൾക്കൊള്ളും എന്ന് നേരത്തെ പറഞ്ഞു. ആ ചിന്തിക്കുന്നവരുടെ ഒരു ലക്ഷണം പറഞ്ഞത് അവർ കരാറ് പാലിക്കുന്നവരാണ് എന്നാണ്. മറ്റൊരു ലക്ഷണമാണ് ഇനി ഇവിടെ പറഞ്ഞത്, വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. വല്ലദീന, അവരൊരു കൂട്ടരുമാണ്. യസിലൂന, അവർ ചേർക്കും. മാ, ഒരു ബന്ധത്തെ. അങ്ങനത്തെ ബന്ധം അമറല്ലാഹു ബിഹി അൻ യൂസൽ, അത് ചേർക്കപ്പെടണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ആ ബന്ധം മുറിച്ചു കളയരുത്, അത് ഈടുറ്റതായി നിലനിർത്തണം എന്ന് അള്ളാഹു കൽപ്പിച്ച എല്ലാ ബന്ധങ്ങളും, ആ ബന്ധങ്ങളെല്ലാം ചേർക്കുന്നവരാണ് ഈ ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള അടിമകൾ എന്ന്. അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, മിൻ സിലത്തിൽ അർഹാം, അതിൽപ്പെട്ട ഒരു ബന്ധമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത്.
വൽ ഇഹ്സാനി ഇലൈഹിം, അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുക എന്നതും, വൈലൽ ഫുഖറായി വൽ മഹാബീജി, ആവശ്യക്കാർ, ദരിദ്രന്മാർ, ഇങ്ങനെയുള്ളവരിലേക്കൊക്കെ ഗുണം ചെയ്തു കൊടുക്കുക, അവരോടുള്ള ബന്ധം ചേർക്കുക എന്നത്, ബദലിൽ മഅറൂഫി, എല്ലാവരോടും മാന്യമായ പെരുമാറ്റവും നന്മ ചെയ്തു കൊടുക്കുന്ന രീതിയും സ്വീകരിക്കുക എന്നത്, ഇതൊക്കെ അല്ലാഹു തആല നമ്മൾ പരസ്പരം നടപ്പാക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിരാക്ഷസന്മാരായ അടിമകൾ കൃത്യമായിട്ട് നിലനിർത്തും. ചേർക്കേണ്ട ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന, അറുത്തുമാറ്റുന്ന ശൈലി അവർ സ്വീകരിക്കില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ നമുക്ക് ബുദ്ധിയുള്ളവരാണ് എന്ന് പറയണമെങ്കിൽ എന്തു വേണം? നാം കുടുംബ ബന്ധം ചേർക്കുന്നവരാവണം. എന്റെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള അവരുടെ ഒരു നിമിഷത്തെ ശാരീരിക അഭിനിവേശം, അതിന്റെ ഉൽപ്പന്നം എന്ന നിലക്ക് ഭൂമിയിലുണ്ടായതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന വഴിവിട്ട ചിന്തകളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് ചേർക്കേണ്ട ബന്ധങ്ങളെല്ലാം വിളക്കി ചേർക്കുന്ന, അത് അറുത്തുമാറ്റാത്ത ശൈലി സ്വീകരിക്കുന്ന സ്വഭാവമുള്ളവരാണ് ബുദ്ധിമാന്മാർ. അല്ലാത്തവർക്ക് ഒരു പക്ഷേ ഡിഗ്രികളുണ്ടാകും, നല്ല ജോലികളുണ്ടാകും, ഹൈ പ്രൊഫഷണലായിരിക്കും, പക്ഷേ അവൻ യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലാത്തവനാണ് എന്ന് മനസ്സിലാക്കണം. അമ്മയും അച്ഛനും പ്രായമാകുമ്പോൾ ഭാരമാണെന്ന് കണ്ട് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്നവർ, ചിലർ അതിനും നിൽക്കാതെ ഏതെങ്കിലുമൊക്കെ റോഡരികിലേക്ക് എന്തോ പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയുന്നവർ, ബന്ധങ്ങൾ അറുത്തുമാറ്റുന്നവർ, അവരൊന്നും ബുദ്ധിയുള്ളവരല്ല. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ളവരാവണോ എങ്കിൽ ചേർക്കേണ്ട ബന്ധങ്ങളൊക്കെ ഊഷ്മളമായി നിലനിർത്തണം. കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായി ബന്ധം ചേർക്കുന്ന, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, പെങ്ങളും ആങ്ങളയും തമ്മിൽ, വാപ്പയും ഉമ്മയും മക്കളും തമ്മിൽ, അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ, അങ്ങനെ തുടങ്ങിയിട്ട് ഏതൊക്കെ മേഖലകളിലേക്ക് നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ ആ മേഖലകളിലെല്ലാം തന്നെ നമ്മൾ ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നവരാവണം. അവർക്കേ അള്ളാഹുവിങ്കൽ സ്ഥാനമുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ള ആളുകൾക്കാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നബി തങ്ങൾ പറയാണ് അവൻ കുടുംബബന്ധം ചേർത്തോട്ടെ. ഉണ്ടോ? കുടുംബബന്ധം ചേർക്കുക, അത് വലിയ നേട്ടം നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. എന്നാൽ അത് മുറിച്ചു കളയുക എന്നതോ അറുത്തുമാറ്റുക എന്നതോ ഏറ്റവും അപകടകരമായ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമീൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പക്ഷെ മാറിയ കാലത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും എന്റെ കെട്ടിയോളും 2 കുട്ടിയോളും എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് പല അണുകുടുംബ കൾച്ചറും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. വയസ്സായ ഉമ്മയും ബാപ്പയും അവരെന്തായാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മക്കൾ ആയി നമ്മൾ മാറുന്നില്ലേ പതുക്കെ പതുക്കെ? അത്തരമൊരു പൊതുബോധത്തിലേക്ക് സമൂഹത്തെ എത്തിക്കാൻ ആവശ്യമായ ധാരാളം ഇടപെടലുകൾ നടക്കുകയല്ലേ. ഇവിടെ ഈ ഒഴുക്കിനൊത്ത് നീന്തുന്ന ശൈലിക്ക് പകരം ഒഴുക്കിനെതിരെ നീന്താനുള്ള കൃത്യമായ ഇച്ഛാശക്തി കാണിക്കുന്നവരായിരിക്കണം ബുദ്ധിയുള്ള മനുഷ്യന്മാർ എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ചേർക്കേണ്ട ബന്ധങ്ങളെല്ലാം ചേർക്കണം. എന്തെങ്കിലുമൊക്കെ സില്ലിയായ മാറ്ററുകൾ മുന്നിൽ വെച്ച് ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഒരുപാട് അനർത്ഥങ്ങൾ, ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആത്മീയമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അല്ലാഹു തആല നന്മകൾ നൽകാനും അതേപോലെ തന്നെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാനും പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരുപാട് വിശേഷാൽ സന്ദർഭങ്ങൾ നൽകുന്നുണ്ടല്ലോ. എന്നാൽ ആ വിശേഷാൽ സന്ദർഭങ്ങളുടെ ബെനിഫിറ്റ് പോലും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കുടുംബബന്ധം ചേർക്കുന്നവരാവണം. കുടുംബബന്ധം മുറിക്കുന്നവരാണെങ്കിൽ ആ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞില്ലേ. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരു പ്രാർത്ഥനാ സദസ്സിൽ വെച്ച് പറഞ്ഞല്ലോ, കുടുംബബന്ധം മുറിച്ചവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഫൽയഖും അന്ന, അദ്ദേഹം ദയവ് ചെയ്ത് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം എന്ന്. കുടുംബബന്ധം ചേർക്കാത്തവർ, കുടുംബത്തോട് തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം എന്ന് മുത്തുനബി പറഞ്ഞു. അങ്ങനെ മുത്തുനബി പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി. ഹദീസിൽ കാണാം, അദ്ദേഹം പോയിട്ട് അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, തങ്ങളത് പറഞ്ഞപ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാവുകയും
എന്റെ ഉമ്മാന്റെ സഹോദരിയുമായി ഞാൻ തെറ്റിലായിരുന്നു, അവരോട്ട് നന്നാവാനും അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനും പോയതാണ്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, മോനെ ഞാൻ അങ്ങനെ പറയാൻ കാരണം കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അള്ളാഹുവിനോട് നടത്തുന്ന ദുആക്ക് ഉത്തരം ലഭിക്കില്ല. അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങൾ ദുആർക്കണ ദുആക്ക് പോലും കുടുംബ ബന്ധം മുറിക്കുന്ന ഒരു ഗുരുത്തം കെട്ടവൻ ആ സദസ്സിലുണ്ടെങ്കിൽ അവനുണ്ടായ കാരണത്താൽ ആ ശകുനപ്പഴ അല്ലെ എന്ന് നമ്മൾ പറയണേ, ആ ശകുനപ്പഴ അവിടെ ഉണ്ടായ കാരണത്താൽ ആ സദസ്സിലുള്ള ആർക്കും ആ സദസ്സിന്റെ നന്മ ലഭിക്കാത്ത അപകടകരമായ സാഹചര്യമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ കുടുംബബന്ധം മുറിക്കുന്നവൻ എന്തുമാത്രം പരാജയമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വർഗത്തിൽ പോകാൻ അവന് സാധിക്കില്ല. ബറാത്തിന്റെ രാവിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയും അവന് ആനുകൂല്യം ലഭിക്കില്ല പടച്ചവന്റെ ഭാഗത്തുനിന്ന് എന്ന് പറയുമ്പോൾ ചേർക്കേണ്ട ബന്ധങ്ങൾ എല്ലാം ചേർക്കണം. അതേപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക, കുടുംബക്കാർക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക. ഗുണങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് പ്രത്യുപകാരമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മളവർക്ക് ഗുണം ചെയ്തു കൊടുത്താലും ഒരുപക്ഷെ അവർ നല്ലൊരു വാക്കൊന്നും നമ്മളോട് പറയണമെന്നില്ല. അതുകൊണ്ട് നല്ലൊരു വാക്ക് അവർ പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കില്ല എന്ന നിരാശ നമ്മളെ ബാധിക്കാൻ പാടില്ല. കാരണം എന്താ, അവർക്ക് നന്മ ചെയ്തു കൊടുക്കൽ എന്നാണ് നമ്മുടെ കടമ. അതിന് അവരുടെ റിയാക്ഷൻ എന്തായിരിക്കണം എന്നത് അവരാണ് തീരുമാനിക്കുന്നത്. അത് അവരുടെ മാന്യതക്കും അവരുടെ മഹത്വത്തിനും അല്ലെങ്കിൽ അവരുടെ മോശമായ ശൈലിക്കൊക്കെ അനുസരിച്ചാലും മാറ്റം വരും. അത് നമ്മൾ തീരെ പരിഗണിക്കേണ്ടതില്ല. നമുക്ക് ഇങ്ങോട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും നന്മ കിട്ടണം എന്ന ചിന്തയുടെ പേരിൽ അവരോട് ബന്ധം ചേർക്കേണ്ടവരുമല്ല നമ്മൾ. നമ്മുടെ കടമ നമ്മൾ നിർവഹിക്കുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അതേപോലെ സാധുക്കൾ, ആവശ്യക്കാർ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അവരെ ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് സാധിക്കില്ല. അവർക്കൊക്കെ വല്ല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കണമെന്നോ നമ്മളെ പരിഗണിക്കണമെന്നോ നമുക്ക് റെസ്പെക്ട് ചെയ്യണമെന്നോ ഒന്നും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ വയുത്അമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ. ആവശ്യക്കാരായിട്ടുള്ള സാധുക്കളാവട്ടെ, അതേപോലെ തന്നെ അനാഥകളാവട്ടെ, അതുപോലെ ജയിലിലും മറ്റും കുടുങ്ങിയിട്ടുള്ള ഹതഭാഗ്യരാവട്ടെ, അവർക്കെല്ലാം അന്നം നൽകുന്നവരാണ്, ഭക്ഷണം കൊടുക്കുന്നവരാണ് ശരിയായ വിശ്വാസികൾ. അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനുള്ള മോട്ടിവേഷൻ എന്താണ്? ആ ആളുകൾ പറയും, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് അള്ളാന്റെ പൊരുത്തത്തിനാണ്. വിശക്കുന്നവന് അന്നം നൽകുന്നത് പുണ്യപ്രവൃത്തിയാണെന്ന്, അത് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്ന സംഗതിയാണെന്ന് പ്രവാചകർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് ചെയ്യാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരമോ അല്ലെങ്കിൽ ഒരു നന്ദി വാക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കണ്ടോ? അപ്പൊ തിരിച്ചിങ്ങോട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ആദരവോ ബഹുമാനമോ പരിഗണനയോ കിട്ടണം എന്ന ഒരു പ്രത്യുപകാര ചിന്തയോടെയല്ല അള്ളാഹുവിന്റെ ശരിയായ ബുദ്ധിയുള്ള മനുഷ്യന്മാർ മറ്റുള്ളവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇതിന് നമുക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വയഖ്ശൗന റബ്ബഹും, അവരുടെ നാഥനെ അവർ ഭയപ്പെടും. നാഥനെ അവർ ഭയപ്പെടും. അവരുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും അവർ ശരിയാവണ്ണം മുറാഖബ എന്ന സ്വഭാവമുള്ളവരായിരിക്കും. അതായത് അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ്, അത്തരത്തിലുള്ള ഒരു ചിന്ത അത് അവരുടെ മനസ്സിനെ നന്നായിട്ട് സ്വാധീനിക്കും. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഏത് നേരത്തും വേണ്ട ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മൾ മനുഷ്യനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഉള്ളിടത്ത് അവന്റെ പ്രസൻസിൽ മതി. ആ സമയത്ത് അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു നിമിഷവും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അള്ളാഹിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യത്തിലും പരസ്യത്തിലും ഒക്കെ എന്ത് ചെയ്യണമെന്ന നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ അള്ളാഹുവിന് ഭയപ്പെടണം. അപ്പോ ആരും കാണുന്നില്ലെങ്കിലും തെറ്റു ചെയ്യാനുള്ള ധൈര്യം അള്ളാഹുവിന് ഭയപ്പെടുന്നവനുണ്ടാവില്ല. കാരണം അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ പുറത്തല്ല. എവിടെ വെച്ചാണെങ്കിലും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഓർമ്മയും ബോധവും നമ്മളെ നയിക്കണം. വയഖാഫൂന സൂഅൽ ഹിസാബ്, മോശമായ വിചാരണയെ അവർ ഭയപ്പെടുകയും ചെയ്യും. അതായത് ഇവിടെ വെച്ച് നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും വാക്കുകളും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് വിചാരണ ഗൗരവമായി നടത്തപ്പെട്ടാൽ നമ്മൾ വിഷമിച്ചു പോകും. അതുകൊണ്ട് അന്ന് എനിക്ക് രക്ഷ കിട്ടണം എന്ന ചിന്തയോടുകൂടെ ഇവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഗതികളെയും മുഹാസബ ചെയ്ത്, അഥവാ നമ്മൾ തന്നെ നമ്മളെ വിചാരണ നടത്തി കുറവുകൾ പരിഹരിച്ചു പോകാനും കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി വരാതെ സൂക്ഷിക്കാനുമുള്ള
മുൻകരുതൽ എടുത്ത് മുന്നോട്ട് പോകുന്നവനാണ് ഈ ബുദ്ധിയുള്ള അടിമ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മുഹാസബയും മുറാഖബയും, അഥവാ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന കൃത്യമായ ബോധവും, അതോടൊപ്പം തന്നെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു അതിനെല്ലാം വിചാരണ നേരിടേണ്ടി വരുമെന്ന് നേരത്തെ മനസ്സിലാക്കി നമ്മളെ തന്നെ സ്വയം വിചാരണ നടത്തുകയും ആത്മവിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ശൈലി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അവരാണ് ബുദ്ധിരാക്ഷസന്മാർ. മറ്റൊരു തെളിവ് അല്ലാഹു പറഞ്ഞു, വല്ലദീന സബറു, അവർ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, അവരുടെ നാഥന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്. ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്. അല്ലാതെ ആളുകളുടെ മുന്നിൽ ഞാൻ ഇപ്പൊ ക്ഷമിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഞാൻ വഷളാകും എന്ന് മനസ്സിലാക്കിയിട്ടാവരുത്. ക്ഷമ എന്ന് പറഞ്ഞത് 3 ഗണത്തിലാണ് വരിക എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. അതായത് വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് ഇങ്ങനെ കുതിച്ചു പായും, അല്ലെ? എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന ചിന്ത ഇങ്ങനെ ഉള്ളുന്നൊരു ഉൾവിളി ഉണ്ടായി കൊണ്ടിരിക്കും. എന്നാൽ ആ തെറ്റ് ഞാൻ ചെയ്യാൻ പാടില്ല, അതിനെതിരെ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിച്ചു പിടിച്ചു നിൽക്കണം. അത് ഏറ്റവും വലിയ ക്ഷമയാണ് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് ഇബാദത്തുകൾ ചെയ്യാനുള്ള ക്ഷമ. കടമകൾ നിർവഹിക്കുന്നിടത്ത് അതിനും എന്തു വേണം? നല്ല ക്ഷമ ആവശ്യമുണ്ട്. മൂന്നാമത്തത് പരീക്ഷണങ്ങൾ വരുമ്പോൾ പൊറുതികേട് കാണിക്കാതിരിക്കുന്ന ക്ഷമ. ഈ 3 ക്ഷമയും കൈക്കൊള്ളുന്നവരാണ് ആര്? വിശ്വാസികളായ ബുദ്ധിരാക്ഷസന്മാർ. അതാണ് വല്ലദീന സബറു, അവർ ക്ഷമ കൈക്കൊള്ളുന്നവരുമാണ്. ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, അവർ ക്ഷമിക്കാനുള്ള മോട്ടീവ് അവരുടെ നാഥന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്. എന്തിനെ തൊട്ടൊക്കെ ക്ഷമിക്കും? അനിൽ മഹാരിമി വൽ മആസിമി. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, കുറ്റകരമായ അള്ളാഹു ഹറാമാക്കിയ സംഗതികളെ തൊട്ട് ക്ഷമിക്കും. അങ്ങനെ അവരുടെ ശരീരത്തെ അവർ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ആ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തും. അല്ലാതെ ഞാൻ അത് ചെയ്ത ആളുകളുടെ മുന്നിൽ ഞാൻ വഷളാവുമല്ലോ, അതൊന്നും ആകരുത്. എന്ത്? ഒരാൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവന്റെ മോട്ടിവേഷൻ പടച്ചോൻ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്തയാവണം. അതോടൊപ്പം അവർ വഅഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരുമായിരിക്കും. അവർ നിസ്കരിക്കുന്നവരെന്നല്ല ഖുർആനിലെ പ്രയോഗം, നിസ്കാരം നിലനിർത്തുന്നവരെന്ന പ്രയോഗമാണ്. എന്താ നിസ്കാരം നിലനിർത്തിച്ചാൽ? ബിഹുദൂദിഹാ വമവാഖീതിഹാ വറുകൂഇഹാ വസുജൂദിഹാ വഖുശൂഇഹാ അലൽ വജ്ഹി ശർഈൽ മർളിയ്യി. പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകളെയും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ റുക്കൂഉം സുജൂദും അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം ശരിയാവണ്ണം നിർവഹിച്ചുകൊണ്ട് സമയബന്ധിതമായി നിർവഹിക്കാൻ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വിധിവിലക്കുകളും പാലിച്ചുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുക എന്നാണ് നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. അതോടൊപ്പം തന്നെ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. ചെലവാക്കൽ കടമയുള്ളിടത്തെല്ലാം, സാധുക്കൾക്ക്, ദരിദ്രന്മാർക്ക്, കുടുംബത്തിലുള്ളവർക്ക്, അങ്ങനെ തുടങ്ങി എവിടെയൊക്കെ തന്റെ കയ്യിലുള്ളത് ചെലവാക്കാൻ കടമയുണ്ടോ അവിടെയെല്ലാം യാതൊരു പിശുക്കുമില്ലാതെ ചെലവാക്കുന്നവരാണവർ. എങ്ങനെ? സിർറൻ വഅലാനിയത്തൻ, രഹസ്യത്തിലും പരസ്യത്തിലും. അതായത് ഒരു ഘട്ടത്തിലും അവർ ചെലവാക്കുന്നിടത്ത് പുറകോട്ട് പോവില്ല. ആരും കാണുന്നില്ലെങ്കിൽ 5 കാശ് കൊടുക്കില്ല. ആളുകളുടെ മുന്നിൽ, പുരുഷാരത്തിന്റെ മുന്നിലാണെങ്കിൽ നന്നായിട്ട് വാരിക്കോരി കൊടുക്കും. ഈ ചിന്ത ആളുകളുടെ കയ്യടി നേടാനുള്ള കുരുട്ടു ചിന്തയുള്ളവരുടേതാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസി ആരും കണ്ടാലും കണ്ടില്ലെങ്കിലും ആവശ്യക്കാരൻ തന്റെ മുന്നിലെത്തിയാൽ അവരെ സഹായിക്കുക, അതുകൊണ്ട് പടച്ചോന്റെ തൃപ്തി ലഭിക്കുക എന്നത് മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും അവർ. അതോടൊപ്പം തന്നെ വയദറഊന ബിൽ ഹസനത്തി സയ്യിആ, അവർ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നവരാണ്. ഇങ്ങോട്ടാരെങ്കിലും മോശമായ ഒരു സമീപനം സ്വീകരിച്ചാൽ അതേ ശൈലിയിൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്നവരല്ല, തിരിച്ചതേ പ്രതികരണം നടത്തുന്നവരല്ല. വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും സ്വഭാവം സ്വീകരിക്കുന്നവരാണ്. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അങ്ങനെയുള്ള ആളുകൾക്കാണ് അവസാനം നന്നായി തീരുക എന്ന ഒരവസ്ഥ അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. അതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്, അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എന്താണ് ഈ അവസാനം നന്നായി തീരുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ജന്നാത്തു അദിനിൻ, ശാശ്വതമായി താമസിക്കാനുള്ള സ്വർഗമെന്ന ഭവനം അവർക്ക് അല്ലാഹു തആല തയ്യാർ ചെയ്തിട്ടുണ്ട്. യദ്ഖുലൂനഹ, ആ സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. ഈ നിലക്കുള്ള ബുദ്ധിരാക്ഷസന്മാർ പ്രവർത്തിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഭാര്യ സന്താനങ്ങൾ,
അതുപോലെയുള്ളവരൊക്കെ അവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഒരാൾ നല്ല മനുഷ്യനായി ജീവിച്ചാൽ വിശ്വാസം ഉണ്ടാക്കിയ അതാ മൻസലഹ എന്ന് പറഞ്ഞത്, നന്മ ചെയ്ത അവരുടെ വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവരാരാ? അവരുടെ വിശ്വാസം ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കർമ്മങ്ങളിൽ ഇവരുടെ അത്ര തന്നെ ഉന്നതിയിലെത്തിയിട്ടില്ലെങ്കിലും ആ നല്ലവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അല്ലാഹു തആല അവരുടെ വേണ്ടപ്പെട്ട വിശ്വാസികളെ കൂടി സ്വർഗത്തിൽ അവരോടൊപ്പം പ്രവേശിപ്പിക്കും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ അവരുടെ അടുത്ത് എല്ലാ കവാടങ്ങളിലൂടെയും പ്രവേശിക്കും. എന്നിട്ട് മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. ഫനിഅമ ഉഖ്ബദ്ദാർ, ഏറ്റവും നല്ല ഭവനമാകുന്നു ഈ സ്വർഗം. അപ്പൊ കണ്ടോ, സ്വർഗത്തിലെത്തിയ ആളുകൾക്ക് മലക്കുകളുടെ സന്തോഷ വാർത്ത ലഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, കാന യസൂറു ഖുബൂറ ശുഹദാഇ ഫീ റഅസി കുല്ലി ഹൗലിൻ, എല്ലാ ആണ്ടിന്റെ സമയത്തും ഉഹദ് ശുഹദാക്കളുടെ ഖബർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കും. എന്നിട്ട് അവരോട് റസൂലുള്ളാഹി പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേണ്ടി ക്ഷമിച്ച കാരണത്താൽ ഏറ്റവും സമാധാനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, നല്ല ഭവനമാണിതെന്ന് ആശംസ മുത്തുനബി നൽകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. വഖദ അബൂബക്കറിൻ വ ഉമർ വ ഉസ്മാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ആ നിലപാട് പിന്നീടും പിന്തുടർന്നിരുന്നു. ആണ്ട് നടത്തുന്ന സ്വഭാവം മുസ്ലിമീങ്ങൾ സാലിഹ്യങ്ങളുടേതൊക്കെ നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉഹദ് ശുഹദാക്കളുടെയൊക്കെ ആണ്ടിന്റെ മാസമാണ് ഈ ശവ്വാൽ എന്നുകൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇவ்விധം ബുദ്ധിരാക്ഷസന്മാരായി ജീവിക്കാൻ ആവശ്യമായ ഒരു തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തെ ഇவ்விധം ക്രമപ്പെടുത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.